വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മതാധിഷ്ഠിത സംവിധാനം കൊണ്ടുവരാനാണ് സംഘപരിവാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്ററി ജനാധിപത്യത്തോട് സംഘപരിവാറിന് പുച്ഛമാണ്. കേന്ദ്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSS അജണ്ടയെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. കൊച്ചിയിൽ 2 ദിവസമായി നടന്ന ജനകീയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും RSSനും BJP സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് BJP സർക്കാർ നടത്തിയ ജനദ്രോഹ നടപടികൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പ്രധാനമായും ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം നിലയും തകിടം മറിക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. പാർലമെന്റിനകത്ത് പോലും ജനാധിപത്യ സംവിധാനങ്ങളെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നു. മറിച്ച് മതാധിഷ്ഠിതമായ ഒരു സംവിധാനം അല്ലെങ്കിൽ വ്യവസ്ഥ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. പല വിധത്തിലുള്ള വൈവിധ്യങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വൈവിധ്യത്തെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് ശക്തമായ തോതിൽ തുടരുന്നത്. അതായത് മതനിരപേക്ഷ രാഷ്ട്രമെന്ന സ്വഭാവം തകർത്ത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുക. മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? അതിനെക്കുറിച്ച് അവർ കാണുന്നത് എങ്ങനെയാണ്? അത് വർഗീയ സ്വഭാവമുള്ളൊരു സംവിധാനം ഈ മതനിരപേക്ഷതക്ക് പകരം വെക്കണമെന്നാണ്. രാജ്യത്ത് BJP സർക്കാർ നടപ്പാക്കിയ GST അതോടൊപ്പം തന്നെ മറ്റ് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും താറുമാറാവുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ 5 വർഷവും BJP സർക്കാർ നടപ്പാക്കിയത്. ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ ദ്രോഹിച്ചു. അതോടൊപ്പം തന്നെ ദളിത് വിഭാഗങ്ങളെല്ലാം ഒന്നാകെ പീഡിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഒരു ഭൂരിപക്ഷ വർഗീയത ഉണർത്തിവിട്ടുകൊണ്ട് അല്ലെങ്കിൽ വർഗീയത മാത്രമായിരുന്നു ഇവരുടെ അജണ്ട. RSSന്റെ രഹസ്യമായ അജണ്ടകളെല്ലാം തന്നെയും BJP സർക്കാർ നടപ്പാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എല്ലാ മേഖലയിലും ജുഡീഷ്യറി അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല, സ്വതന്ത്ര അന്വേഷണ ഏജൻസി, CBI പോലുള്ള ഏജൻസികളെല്ലാം തന്നെയും കൈകടത്തുന്ന ഒരു സുതാര്യത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായി. പണമുള്ളവർക്ക് കൂടുതൽ സമ്പന്നരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പൊതുസമ്പന്നർക്ക് അല്ലെങ്കിൽ വൻകിട കുത്തകക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് BJP നരേന്ദ്രമോദി നടപ്പാക്കിയത്. വർഗീയതയായിരുന്നു BJPയുടെ പ്രധാന അജണ്ട. ആൾക്കൂട്ട കൊലപാതകവും അല്ലെങ്കിൽ പശുവിന്റെ പേരുള്ള കൊലപാതകം ഉൾപ്പെടെയെല്ലാം തന്നെ നടപ്പാക്കി. എന്നാൽ പശുവിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കോൺഗ്രസും ശ്രമിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ കോൺഗ്രസും BJPയും ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഒരേ സമീപനമാണ് നടത്തി വന്നത്. പ്രത്യേകിച്ച് RSSന്റെ എല്ലാവിധ അജണ്ടയും നടപ്പാക്കിക്കൊണ്ട് BJP കഴിഞ്ഞ 5 വർഷവും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. മതത്തിന്റെ പേരിലും എല്ലാം തന്നെയും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. അതോടൊപ്പം തന്നെ വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ BJP സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷം വലിയ വിജയം തന്നെ കൈവരിക്കും. അതിനായുള്ള പ്രവർത്തകർ സജ്ജമാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്തായാലും കഴിഞ്ഞ 5 വർഷക്കാലം BJP നടത്തിയ ജനദ്രോഹ നടപടികൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. ഈ നരേന്ദ്രമോദി നടപ്പാക്കിയ എല്ലാ പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. തൊഴിലവസരങ്ങൾ കുറച്ചിരിക്കുന്നു. 2 കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി എന്നാൽ 1 കോടി 10 ലക്ഷം പേരുടെ ജോലികൾ കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇങ്ങനെ എല്ലാവിധ മേഖലയിലും ആഗോളവൽക്കരണമെല്ലാം തന്നെയും കൊണ്ടുവന്നുകൊണ്ട് ഈ ഉദാരവൽക്കരണ നയങ്ങളെല്ലാം തന്നെയും വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത്. എന്തായാലും ഇതിനെതിരെ ഒരു ഇടത് ബദൽ തന്നെ മുന്നോട്ട് വരുന്നു. ഇത് വലിയ വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലോക സദസ്സിനെ അല്ലെങ്കിൽ ഈ 2 ദിവസമായി നടന്ന ലോക സദസ്സിനെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും BJPക്കും ബദലായി ഇടതുപക്ഷം ഒരു വലിയ വിജയം ഈ കേരളത്തിൽ തന്നെ ഉണ്ടാക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും സിബി നൽകിയത്. പെട്രോകെമിക്കൽ ഉൽപാദന രംഗത്തെ വിപ്ലവത്തിനായി കൊച്ചി റിഫൈനറി നേതൃത്വം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16,000 കോടി രൂപ ചെലവിൽ റിഫൈനറികൾ നടപ്പാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനം നൽകുന്നത് പൊതുമേഖലയെ സംരക്ഷിക്കണമെന്ന നയം ഉള്ളതുകൊണ്ടാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
വിവരങ്ങളുമായി സിബി ചേരുന്നു. കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ അഭിമാനമാണ് കൊച്ചിൻ റിഫൈനറി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ തൊഴിലാളികളാണ് യഥാർത്ഥ ഹീറോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Bharat Petroleum's Cochin refinery has played a critical role in popularizing the clean fuel LPG among masses in Kerala and neighboring states for more than 50 years. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സഹായകരമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ഇതിനുവേണ്ടി ഭൂമി ലഭ്യമാക്കുകയും അതോടൊപ്പം തന്നെ നികുതി ഇളവെല്ലാം തന്നെയും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈ പദ്ധതി യാഥാർത്ഥ്യമാവാൻ ആവശ്യമായ നികുതി ഇളവുകൾ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അത്തരം നിലപാടുകൾ എടുക്കുന്നത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തണമെന്ന നയപരമായ സമീപനം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ചടങ്ങിൽ ഗവർണർ പി സദാശിവം, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അൽഫോൻസ് കണ്ണന്താനം, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നാവികസേന വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയത്. ഗവർണർ പി സദാശിവവും മന്ത്രി വി എസ് സുനിൽകുമാറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. നമ്പി നാരായണനെ കുറിച്ച് ടി പി സെൻകുമാറിന്റെ വിമർശനത്തിനെതിരെ തുറന്നടിച്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. അംഗീകാരം കിട്ടുന്നവരെ വിമർശിക്കുന്നത് മലയാളികളുടെ ജനിതക പ്രശ്നമെന്നും കണ്ണന്താനം. സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. സെൻകുമാറിന്റെ പ്രതികരണം പരമ അബദ്ധമെന്ന് കാനം രാജേന്ദ്രൻ. ജോഷ്ല തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്പി നാരായണന് പത്മവിഭൂഷൺ ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ചർച്ചകളും ഇന്നും തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നമ്പി നാരായണനെതിരെ സെൻകുമാർ നടത്തിയ ആക്ഷേപം അത് മാന്യതയില്ലാത്ത ആക്ഷേപമാണ് എന്നുള്ള രീതിയിലാണ്. ഒരാൾക്ക് ഒരു അവാർഡ് നൽകാൻ അതിൻ്റെതായ ഒരു കമ്മിറ്റി അഥവാ ഒരു സമിതി, അവാർഡ് സമിതി ഉണ്ടായിരിക്കും. അതിന്റെ യുക്തിക്കനുസരിച്ചാണ്, അതിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഒരാൾക്ക് അവാർഡ് നൽകുക. ഇത് അന്വേഷിക്കാതെ അവാർഡിന് അർഹനായ വ്യക്തിയെ വിമർശിക്കാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ അപമാനിക്കാൻ ഇറങ്ങുന്നത് ഒട്ടും ആശ്വാസകരമല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കോഴിക്കോട് പ്രതികരിച്ചത്. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്താണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിൻ്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. ആ ലോജിക്ക് എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം എടുത്തിയാടി പറയുന്നത് അത് അപഹാസ്യമായ കാര്യം. അതേസമയം അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇന്ന് രൂക്ഷമായ ഭാഷയിൽ സെൻകുമാറിനെ വിമർശിക്കുകയുണ്ടായി. കൊച്ചിയിലായിരുന്നു അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ സെൻകുമാറിനെ വിമർശിച്ചത്. സെൻകുമാർ ചെയ്തത് ഏറ്റവും മലയാളികൾക്ക് ഒരു അവാർഡ് ലഭിച്ചാൽ അതിനെ ആഘോഷിക്കുകയാണ് വേണ്ടത്, അംഗീകാരത്തെ ആഘോഷിക്കുകയാണ് വേണ്ടത്. അതേസമയം മലയാളിക്ക് ഒരു അവാർഡ് ലഭിച്ചാൽ അതിനെ അംഗീകരിക്കാതിരിക്കുന്നത് മലയാളികളുടെ ആകെ ഒരു ജനിതക പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് അൽഫോൺസ് കണ്ണന്താനം കൊച്ചിയിൽ പ്രതികരിച്ചത്. എന്നാൽ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രതികരണത്തെ കുറിച്ചുള്ള വിമർശനങ്ങളും ഇന്ന് ഉയർന്നുകൊണ്ടിരുന്നു. ഇത് മലയാളികളെ ആകെ ആക്രമിക്കുന്നതിനും അല്ലെങ്കിൽ അപമാനിക്കുന്നതിനുമായി ഉപയോഗിക്കുകയാണ്, ഈ അവസരം അൽഫോൺസ് കണ്ണന്താനം ഉപയോഗിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെയും സിപിഐഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച മോദി. സിപിഐഎം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുമെന്നും മോദി. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് 2 നയമെന്ന പ്രധാനമന്ത്രി. അഭിറാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തീർത്തും രാഷ്ട്രീയ പ്രശ്നമാണ് യുവമോർച്ച വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. കേരളത്തിലെ LDF-നെതിരെയും UDF-നെതിരെയും ഒരുപോലെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. LDF സർക്കാരിനെതിരെയും UDF മുന്നണിക്കെതിരെയും കടുത്ത വിമർശനമാണ് അദ്ദേഹം തൃശൂരിൽ ഉന്നയിച്ചത്. LDF കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ശബരിമല വിഷയം ദേശീയ തലത്തിലും ചർച്ചയായത് ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതു യോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ UDF-ന് ഡൽഹിയിൽ ഒരു നിലപാടും അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു നിലപാടും ഉള്ളതെന്ന് അദ്ദേഹം UDF-നെ പരിഹസിച്ചു. ഒരു മാസത്തിന് 2ാം തവണ കേരളത്തിലെത്തിയ മോദി തീർത്തും രാഷ്ട്രീയമായി തന്നെയായിരുന്നു ഈ യുവമോർച്ച വേദിയിൽ പ്രസംഗിച്ചത്. കേരളത്തിലെ LDF സർക്കാരിനെതിരെയും UDF-നെ അന്വേഷിച്ച അദ്ദേഹം NDAയുടെ വികസന നേട്ടങ്ങളും എടുത്തു പറയാൻ ശ്രമിക്കുകയുണ്ടായി. NDA ഗവൺമെന്റ് നടപ്പിലാക്കിയ എല്ലാ വികസനവും അദ്ദേഹം ഓരോന്നായി തന്നെ എടുത്തു പറയുകയും ചെയ്തു. നമ്പി നാരായണനെ NDA ആദരിച്ചപ്പോൾ അദ്ദേഹത്തെ UDF കേരളത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഒരു വലിയ ശാസ്ത്രജ്ഞനെ തന്നെ UDF കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. എന്നാൽ NDA വന്നപ്പോൾ അദ്ദേഹത്തെ പത്മ അവാർഡ് നൽകി ആദരിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു.
തീർത്തും ഒരു മാസം രണ്ടാമത് കേരളത്തിൽ എത്തുമ്പോൾ തന്നെ തീർത്തും രാഷ്ട്രീയമായി തന്നെ മോദിയുടെ പ്രസംഗം മാറുന്നുണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ അദ്ദേഹം മറ്റ് മുന്നണികൾക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഒരു മാസം 2 തവണ കേരളത്തിൽ എത്തിക്കൊണ്ട് തീർത്തും രാഷ്ട്രീയമായ പ്രസംഗത്തിലൂടെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയാണ് BJP എന്ന ഉറച്ച പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും മോദിയുടെ പ്രസംഗങ്ങളും മറ്റും BJPക്ക് ആവേശമാക്കും. പക്ഷേ ആദ്യ തവണ കേരളത്തിൽ വന്ന് മടങ്ങിയ ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ കേരളത്തിൽ BJP കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ പറ്റി കടുത്ത ആശയമില്ലാത്ത BJP ഇപ്പോഴും നിൽക്കുകയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയവും മറ്റും BJP ഇപ്പോഴും സജീവമാണ്. കഴിഞ്ഞ കോർ കമ്മിറ്റിയിലും യുവമോർച്ച സംസ്ഥാന സമിതിയിലെല്ലാം തന്നെ ശബരിമല സമര പരാജയവും സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വരുന്ന ചർച്ചയായെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ BJPക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അടിക്കടി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലോ BJPക്ക് കാര്യമായി ചലനമുണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാർ സഹായമില്ലാതെ KSRTC സ്വയം പര്യാപ്തതയിലേക്ക് 25 വർഷത്തിന് ശേഷം KSRTC ജീവനക്കാരുടെ ശമ്പളം സ്വന്തം വരുമാനത്തിൽ നിന്ന് നൽകും. ബാങ്ക് ലോണോ സർക്കാർ സഹായമോ ഇല്ലാതെയാണ് KSRTCയുടെ ഈ നേട്ടം. ശബരിമല വരുമാനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ജീവൻ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദിനകർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചരിത്ര നേട്ടമാണ് ഇപ്പോൾ KSRTC കൈവരിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലെ ശമ്പളം KSRTC ജീവനക്കാർക്ക് നൽകുന്നത് സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ ഏതാണ്ട് 40 കോടി മുതൽ 50 കോടി രൂപ വരെ ബാങ്കിൽ നിന്നും അതോടൊപ്പം സർക്കാരിൽ നിന്നും ലഭിച്ചിരുന്ന പണം ഉപയോഗിച്ചാണ് KSRTCക്ക് ശമ്പളം നൽകി വരുന്നത്. കഴിഞ്ഞ 25 വർഷമായി KSRTCക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് തുറന്നു കാട്ടാൻ കഴിയുന്നത്. ശബരിമല സർവീസിൽ നിന്ന് 3 ഇരട്ടി വരുമാനം ലഭിച്ചതാണ് ഇത്തരത്തിൽ ഒരു ചരിത്ര നേട്ടത്തിന് അരികിൽ KSRTC എത്തി നിൽക്കുന്നത്. അതോടൊപ്പം ഏതാണ്ട് 90 കോടി രൂപയാണ് ഒരു മാസം KSRTC ജീവനക്കാർക്ക് 31,000-ഓളം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് ആവശ്യമായി വരുന്നത്. അത് ഏതാണ്ട് 50 കോടി രൂപയോളം വായ്പയായും അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായത്തോടും കൂടിയായിരുന്നു നൽകിയിരുന്നത്. ഈ മാസം അതായത് ജനുവരി മാസത്തിൽ അത് ആവശ്യമില്ല. ഫെബ്രുവരി മാസത്തിലെ ശമ്പളം വാങ്ങുമ്പോൾ KSRTC ജീവനക്കാർക്ക് അഭിമാനത്തിൻ്റെ വക കൂടി നൽകുകയാണ് KSRTC ജീവനക്കാർക്ക്. KSRTCയിൽ നടപ്പാക്കിയ ഡ്യൂട്ടി പരിഷ്കാരങ്ങളും പരസ്യ വരുമാനത്തിലെ കുതിച്ചുചാട്ടവും KSRTCയെ തുണച്ചുവെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. അതുകൂടാതെ KSRTC നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ വഴി ഇന്ധന ലാഭമുണ്ടായതും അധിക വരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞു. കൊറിയർ സർവീസുകൾ നടപ്പിലാക്കിയത് വഴി 7 കോടി രൂപയാണ് ലഭിച്ചത്. മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിന് 24 കോടി രൂപ ലഭിച്ചു. കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിച്ചതും വരുമാന വർധനവിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുമാണ് KSRTCയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ LDF സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി വരുന്ന കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് തന്നെ KSRTCയും ലാഭത്തിലേക്ക് എത്തുന്നു എന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതിലപ്പുറം KSRTC ജീവനക്കാർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങൾ ആണ് എന്നുള്ള അല്ലെങ്കിൽ KSRTC ജീവനക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ അടുത്ത മാസം സംഭവിക്കാൻ പോകുന്നത്. ഫെബ്രുവരി ആദ്യ മാസത്തിൽ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് അവർ ശമ്പളമായി വാങ്ങുന്നത് എന്ന ഒരു വലിയ നേട്ടം കൂടിയാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. അതോടൊപ്പം LDF സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവയിൽ ഒന്ന് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. KSRTCയെ ലാഭത്തിലാക്കും എന്ന് LDF പ്രകടന പത്രികയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉത്തരേന്ത്യൻ മാതൃക പിന്തുടരാൻ സംഘപരിവാർ ആലോചന. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയെയും പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെയും വത്സൻ തില്ലങ്കരെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുവെന്ന സൂചന. തൃശൂരിൽ സീറ്റിനെ ചൊല്ലി മുരളീധരൻ കൃഷ്ണദാസ് പക്ഷങ്ങൾ തമ്മിൽ നേർക്കുനേർ. സീറ്റ് വിഭജന ചർച്ചകൾക്കായി NDA യോഗം ഈ മാസം അവസാനം ചേർന്നേക്കും. ജീവൻ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിലടക്കം പൊതുവിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഒപ്പം അണികൾക്കും വലിയ നാണക്കേടുണ്ടാക്കിയ BJPക്ക് പകരമായി തീവ്രമുഖമുള്ള ഹൈന്ദവ നേതാക്കളെ രംഗത്തിറക്കുന്നതിനാണ് സംഘപരിവാറിൽ ആലോചന മുറുകുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ പ്രമുഖ നേതാവും കാലങ്ങളായി തീവ്ര നിലപാടെടുക്കുകയും ചെയ്യുന്ന KP ശശികല, ഒപ്പം രവീശ തന്ത്രി, അതോടൊപ്പം വത്സൻ തില്ലങ്കേരി എന്നിവരെ മത്സരിപ്പിക്കുന്നതിനാണ് സംഘപരിവാറിൽ ആലോചന മുറുകുന്നത്. വരുന്ന പത്തനംതിട്ട സീറ്റിൽ NDAയുടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KP ശശികലയെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം സംഘപരിവാർ നേതാക്കൾ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ കൂടിയാലോചനകൾ സംഘപരിവാറിൽ നടന്നു കഴിഞ്ഞു. ചില BJP നേതാക്കളോട് അനൌദ്യോഗികമായി തന്നെ പത്തനംതിട്ടയിൽ KP ശശികലയ്ക്ക് കൂടുതൽ വേദികൾ നൽകണമെന്ന് സംഘപരിവാർ നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു.
തിരുവനന്തപുരം സീറ്റാണ് സംഘപരിവാർ പൊതുവിൽ ലക്ഷ്യമിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ്. ഇവിടെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന തരത്തിലുള്ള അഭിപ്രായം കേന്ദ്ര നേതൃത്വം മുൻപോട്ട് വെച്ചതായും വിവരമുണ്ട്. കേന്ദ്ര നേതൃത്വം നിയോഗിച്ച ഒരു ഏജൻസി അടുത്തിടെ തിരുവനന്തപുരത്തെത്തി ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശോധനകളും പ്രമുഖരുമായി കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ പ്രാദേശിക BJP നേതൃത്വം നിലവിൽ PS ശ്രീധരൻപിള്ള അതോടൊപ്പം കുമ്മനം രാജശേഖരൻ എന്നീ പേരുകളാണ് മുൻപോട്ട് വെക്കുന്നത്. നിവൃത്തിയില്ലെങ്കിൽ മാത്രം നിലവിലെ രാജ്യസഭാ അംഗമായ സുരേഷ് ഗോപിയെ കൂടി പരിഗണിക്കണം എന്നൊരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സീറ്റായി തിരുവനന്തപുരം മാറിത്തീരാനാണ് സാധ്യത. കാസർഗോഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് അവർ പരിഗണിക്കുന്നത്. അവിടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രമുഖ നേതാവായ രവീശ തന്ത്രിയെയാണ് മത്സരിപ്പിക്കാൻ കാസർഗോഡ് സംഘപരിവാർ പൊതുവിൽ സംഘപരിവാർ നേതാക്കൾ ആലോചിക്കുന്നത്. എന്നാൽ കാസർഗോഡ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ PK കൃഷ്ണദാസിന്റെ പേരും BJPയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്തിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷത്തോളം വോട്ട് നേടിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ രംഗത്തെത്തിയത് നിലവിൽ അവിടെ ഒരു സന്തുലിതാവസ്ഥ തെറ്റിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി AN രാധാകൃഷ്ണൻ നോട്ടമിട്ടിരുന്ന സീറ്റിലാണ് K സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇത് പൊതുവിൽ മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾ തമ്മിൽ പൊതുവിൽ ഒരു വലിയ ചേരിതിരിവിന് അവിടെ കാരണമാക്കിയിട്ടുണ്ട്. അവിടെയും സംഘപരിവാർ ഇതുവരെ ആർക്കായിരിക്കും സീറ്റ് എന്ന കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. കണ്ണൂരിൽ വത്സൻ തില്ലങ്കേരിയെ മത്സരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ സംഘപരിവാർ നേതാക്കൾക്കിടയിൽ ആലോചന മുറുകുന്നത്. എന്നാൽ വത്സൻ തില്ലങ്കേരി ഇത് സംബന്ധിച്ച് അഭിപ്രായ പ്രകടനമൊന്നും നടത്തിയിട്ടുമില്ല. വത്സൻ തില്ലങ്കേരിക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ കണ്ണൂരിൽ മത്സരിച്ചേക്കും. കണ്ണൂരിലോ വടകരയിലും RSSന്റെ പ്രമുഖ നേതാവായ സദാനന്ദൻ മാസ്റ്ററേയും പരിഗണിക്കുന്നുണ്ട്. പാലക്കാട് ലോക്സഭാ സീറ്റിൽ നിലവിൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷയായ പ്രമീള ശശിധരന്റെ പേരിനാണ് മുൻതൂക്കം. എന്നാൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന പാലക്കാട് നിലവിൽ 4ഓളം പേർ അവിടെ നിലവിൽ സ്ഥാനാർത്ഥികളാകും എന്ന് കച്ചകെട്ടി നിൽപ്പുണ്ട്. കൃഷ്ണദാസ് അതോടൊപ്പം കൃഷ്ണകുമാർ, ശോഭ സുരേന്ദ്രൻ, നിലവിലെ ശിവരാജൻ എന്നിവരാണ് പാലക്കാട് സീറ്റിനായി കച്ചമുറുക്കുന്നത്. പൊതുവിൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് BJP കടന്നിട്ടില്ല. വരുന്ന ജനുവരി മാസം 29-ാം തീയതി NDAയുടെ യോഗം ചേരുന്നതിനായി പൊതുവിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. ആദ്യം NDA ഘടകകക്ഷികൾ യോഗം ഈ മാസം അവസാനം ചേർന്നിരിക്കും വിവരങ്ങളാണ് ജീവൻ നൽകിയത്. വായ്പാ തട്ടിപ്പ് നടത്തിയ ICICI മുൻ മേധാവ് ചന്ദ കൊച്ചാറിനെതിരെ കേസെടുത്ത CBI ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാർ സ്ഥലം മാറ്റി. FIR രജിസ്റ്റർ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിലാണ് CBI SP സുധാൻഷുവിനെ ദില്ലിയിൽ നിന്ന് തെറിപ്പിച്ചത്. ചന്ദ കൊച്ചാറിനെതിരെ കേസെടുത്തത് നേരത്തെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിമർശിച്ചിരുന്നു. സന്തോഷ് ദാർലിംഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടത്തിൽ മുങ്ങിയ വീഡിയോകോണിന് ICICI ബാങ്ക് 3250 കോടി രൂപ ക്രമവിരുദ്ധമായി അനുവദിച്ചുവെന്ന് കണ്ടെത്തിയ കേസിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 22-ന് ഇത് സംബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CBI റെയ്ഡ് നടത്തുകയും 24-ാം തീയതി CBI ഡൽഹി ആസ്ഥാനത്തെ ബാങ്കിംഗ് ആൻഡ് സെക്യൂരിറ്റീസ് ഫ്രോഡ് സെല്ല് കേസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ FIR രജിസ്റ്റർ ചെയ്ത SP സുധാംശുവിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടി എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്നും ജാർഖണ്ഡിലെ റാഞ്ചിയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ബാങ്കിംഗ് ആൻഡ് സെക്യൂരിറ്റീസ് വിഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി സാമ്പത്തിക അന്വേഷണ വിഭാഗത്തിലേക്ക് തട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി SP-ക്ക് ഈ ചന്ദ കൊച്ചാറിനെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാൻ കഴിയുകയില്ല. ICICIയുടെ അന്നത്തെ മേധാവിയായിരുന്ന ചന്ദ കൊച്ചാർ, വീഡിയോകോണിന്റെ ഉടമ തുടങ്ങിയവർക്കെതിരെയെല്ലാം CBI കേസെടുത്തിരുന്നു. എന്നാൽ ഇതിനെതിരെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയും പുതിയ ധനമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ രംഗത്തെത്തി. അരുൺ ജെയ്റ്റ്ലി ആകട്ടെ ട്വീറ്റ് ചെയ്തത് ഇത് എങ്ങുമെത്താത്ത ഒരു അന്വേഷണം എന്നാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിസം എന്നുവരെ അദ്ദേഹം പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ധൃതി പിടിച്ച് CBIയിൽ ഇത്തരമൊരു നടപടി കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും ചന്ദ കൊച്ചാറിനെതിരെയുള്ള കേസ് ഇപ്പോൾ CBIയിൽ ഏതാണ്ട് മരവിച്ച നിലയിലാണ്. ഈ SP-ക്കെതിരെ അന്വേഷണം നടക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് സൂചനയും പുറത്തു വരുന്നു. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാണ്. നമസ്കാരം.